Hello children, welcome back to our English class. This is your Swami teacher. Last class we were writing the question answers. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ ക്ലെവർ മങ്കി എന്ന ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതിയോ? പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കണം. മനസ്സിലായോ? എങ്കിലേ നിങ്ങളതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം ഓർത്തിരിക്കുള്ളൂ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതി പഠിക്കുക. ദെൻ എക്സസൈസ് ഓൾസോ, ഓൾ ദ തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിനകത്ത് എല്ലാം എക്സെപ്റ്റ് ദ റൈറ്റിംഗ് പ്രാക്ടീസ്. റൈറ്റിംഗ് പ്രാക്ടീസ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ ആക്ടിവിറ്റി. So today we are going to do the activity sheet 1. So today we are going to do the activity sheet 1. Please take the page number 55. Please take the page number 55. Please take the activity session, activity sheet 1. Then there we are going to do the exercise A. There we are going to do the exercise A. What is the exercise A? Write these names. Exercise A tells about to exercise A is write these names. നിങ്ങൾ എഴുതേണ്ടത് അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പേരുകളാണ്. Exercise A want to write about the names. Exercise A wants to write about the names. So what names we want to write there? What names we want to write there? So first one, what's the first one? Your name. First question is your name. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആദ്യമായി നിങ്ങളുടെ പേരെഴുതുക. എല്ലാവരും പേരെഴുതിക്കേ. പ്ലീസ് റൈറ്റ് യുവർ നെയിം there. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരെവിടെ എഴുതിക്കേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ without any mistake you please write your name there. Then the second question, എഴുതി കഴിഞ്ഞോ? Then can we go to the next question? Yes, the second question is your mother's name. Your mother's name. ആരുടെ പേരാണ് എഴുതേണ്ടത്? ആരുടെ പേരാണ് എഴുതേണ്ടത്? your mother's name. നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. അമ്മയുടെ പേര് നിങ്ങൾക്ക് കാണാതെ എഴുതാൻ അറിയാമെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ അമ്മയുടെ സഹായത്തോടെ നിങ്ങൾ അമ്മയുടെ പേരവിടെ എഴുതുക. ഓക്കെ, then the third question, your father's name. Your father's name. നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക. അതും നിങ്ങൾക്ക് തനിയെ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ അവിടെ അച്ഛൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ അവിടെ നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക. Then the fourth question. The fourth question, your school's name. എന്താണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്? നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ്? കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ. കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ പേരെഴുതുക. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൻ്റെ പേര് ആ ഒരു ലൈനിൽ എഴുതുക. കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ. Then your teacher's name. Your teacher's name. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് സൗമ്യ ടീച്ചറിന് ഇഷ്ടമാണ് ടീച്ചറിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ടീച്ചറിനെയാണ് ഇഷ്ടമെങ്കിൽ മാത്സ് ടീച്ചറിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ മലയാളം ടീച്ചറിനെയാണ് ഇഷ്ടമെങ്കിൽ മലയാളം ടീച്ചറിൻ്റെ പേര് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ദീസ് 5 questions. Have you finished that 5 questions? അവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 5 ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എഴുതേണ്ടത് ഓരോരുത്തരുടെ പേരുകളാണ്. മനസ്സിലായോ? അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓരോരുത്തരുടെ പേരുകളാണ്.
ഓരോ പേരുകളാണ്. നിങ്ങളുടെ പേര് എഴുതാനുണ്ട്, നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതാനുണ്ട്, അച്ഛൻ്റെ പേര് എഴുതാനുണ്ട്, സ്കൂളിൻ്റെ പേര് എഴുതാനുണ്ട്, പിന്നെയോ നിങ്ങളുടെ ടീച്ചറിൻ്റെ പേരും എഴുതാനുണ്ട്. ഓക്കെ, then we can go to the exercise B. The exercise B. Exercise B is, see these pictures. There are some pictures given. അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? Use these words to fill in the blanks. Use these words to fill in the blanks. അവിടെ കൊടുത്തിരിക്കുന്ന ആ പിക്ചറിനെ അടിസ്ഥാനമാക്കി നമ്മൾ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവിടുത്തെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായോ? സോ വാട്ട് ആർ ദ വേർഡ്സ്? അവിടെ തന്നിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ടീച്ചർ ഓരോ വാക്കുകളും വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ആ സെൻറ്റൻസും കൂടെ വായിക്കുമ്പോൾ യു വിൽ ഫീൽ ഈസി ടു റൈറ്റ് ദ ആൻസേഴ്സ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് എഴുതാനായിട്ട് പറ്റും. Children, we are going to study the position words. Position words. Position words means preposition. Preposition ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓരോ വസ്തുവിൻ്റെയും സ്ഥാനം, അല്ലെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ സാധാരണ പൊസിഷൻ വേർഡ്സ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ സ്ഥാനം അറിയാനായിട്ട്, സ്ഥാനം അറിയുന്നതിനായാണ് നമ്മൾ സാധാരണ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ മെനി പ്രിപ്പോസിഷൻസ് ആർ ഗിവൺ ഇൻ ദാറ്റ് ബ്രാക്കറ്റ്? ഹൗ മെനി പ്രിപ്പോസിഷൻസ് ആർ ഗിവൺ? There are 6 prepositions given. There are 6 prepositions given there. അവിടെ 6 prepositions തന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ 6 prepositions തന്നിട്ടുണ്ട്. Teacher will give the meaning of all those prepositions. ടീച്ചർ അതിൻ്റെ മീനിങ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് വായിച്ചിട്ട് ഏതൊക്കെ പ്രിപ്പോസിഷൻസ് എവിടെയൊക്കെ ചേർക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. So what is the first preposition given there? What's first preposition? The first preposition is given there, that is up. Up means മുകളിൽ, മുകളിലേക്ക് എന്നൊക്കെ പറയുന്ന, നമ്മൾ മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ രീതിയിൽ കാണിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് up. She climbed up the ladder എന്ന് പറഞ്ഞാൽ അവൾ ഏണി കയറി മുകളിലേക്ക് പോയി. അങ്ങനെ ഒരു മൂവ്മെൻറ്റിനെ കാണിക്കുന്ന രീതിയിൽ നമ്മൾ അപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പ് മീൻസ് മുകളിൽ, മുകളിലേക്ക് എന്നൊക്കെ നമ്മൾ പറയും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് ഇൻ. ഇൻ മീൻസ് ഉള്ളിൽ, അകത്ത് എന്നൊക്കെ നമ്മൾ പറയും. ഇൻ മീൻസ് അകത്ത്. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് ഓൺ. ഓൺ എന്ന പ്രിപ്പോസിഷൻ നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം. നമുക്കൊരു പ്രത്യേക ഡേറ്റ് സൂചിപ്പിക്കാനായിട്ട് ഓൺ മൺഡേ, ഓൺ സൺഡേ, അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര ചെയ്യുന്നു, ടു ഷോ ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ ഐ കെയിം ഓൺ മൈ ബൈക്ക്. ഞാൻ അങ്ങനെയാണ് യാത്ര ചെയ്ത് വന്നത്, ഞാൻ പ്ലെയിനിലാണ്. ഐ കെയിം. എക്സാമ്പിൾ, ടു ട്രാവൽ ഓൺ ദ ബസ്, ടു ട്രാവൽ ഓൺ ദ ബസ്, കാർ എന്നൊക്കെ നമ്മൾ പറയാം. ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പ്രപ്പോസിഷനായിട്ട് നമുക്ക് ഓൺ യൂസ് ചെയ്യാം. മറ്റൊരു രീതിയിൽ ഇവിടെ പറയുന്നതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ എന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് തൊട്ടിരിക്കുന്ന, മുകളിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഓൺ. ഷീ കെപ്റ്റ് ദ ബുക്സ് ഓൺ ദ ടേബിൾ. ഷീ കെപ്റ്റ് ദ ബുക്സ് ഓൺ ദ ടേബിൾ. അതായത് അവൾ ആ ബുക്സ് എല്ലാം ടേബിളിന് മുകളിൽ വച്ചു, മുകളിൽ. അങ്ങനെ തൊട്ടിരിക്കുന്നതായിട്ടുള്ളതിനെ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് അണ്ടർ. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് അണ്ടർ. അണ്ടർ മീൻസ് അടിയിൽ, മേശയുടെ അടിയിൽ, സോഫയുടെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് അണ്ടർ. അങ്ങനെ അടിയിൽ എന്നുള്ള പൊസിഷൻ കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അണ്ടർ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് ഓവർ. ഓവർ മുകളിലൂടെ മൂവ് ചെയ്യുന്നതിനാണ്. ദ ബേർഡ്സ് ഫ്ലൂ ഓവർ ദ ബ്രിഡ്ജ്. അതായത് പക്ഷികൾ പാലത്തിന് മുകളിലൂടെ പറന്നു. അങ്ങനെ ഒരു മൂവ്മെൻറ്റിനെ കാണിക്കുന്ന, മുകളിലൂടെ ഒരു മൂവ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു
പ്രിപ്പോസിഷനാണ് ഓവർ എന്ന് പറയുന്നത്. മുകളിലൂടെ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഓവർ. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് outside. Next preposition is outside. Outside means പുറത്ത്. Outside the room. റൂമിന് വെളിയിൽ. അങ്ങനെ പുറത്ത് വെളിയിൽ എന്നൊക്കെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് എന്ത്? outside. There are 6 prepositions. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഓരോ പ്രിപ്പോസിഷൻ്റെ അർത്ഥം മനസ്സിലായോ? Okay. Then we can check the first question. First question. So what is the first question? So you see the picture and write the answer. നിങ്ങൾ ഓരോ പിക്ചറും നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. മനസ്സിലായോ? So first question is, the bird is sitting dash the branch. The bird is sitting dash the branch. പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുന്നു. Have you seen the picture? നിങ്ങൾ കണ്ടോ? ആ പിക്ചർ അവിടെ തന്നിരിക്കുന്നത് കണ്ടോ? അപ്പം നമ്മൾ അവിടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഏത് പ്രിപ്പോസിഷൻ വി വാണ്ട് ടു യൂസ് ദെയർ? ഏത് പ്രിപ്പോസിഷനാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്? ദിസ് ആൻസർ ഈസ് ദ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച്. The bird is sitting on the branch. Okay. Next question is, the boys are jumping dash the fence. The boys are jumping dash the fence. So what is the meaning of that sentence? ആൺകുട്ടികൾ മതിലിന്, അതായത് ആ വേലിക്കെട്ട്, അതായത് മതിലിന് മുകളിലൂടെ, ആൺകുട്ടികൾ മതിലിന് മുകളിലൂടെ ചാടി എന്നാണ് പറയുന്നത്. ടീച്ചർ പറഞ്ഞു മുകളിലൂടെ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന്. അപ്പോൾ ഏതായിരിക്കും അവിടെ ആൻസർ വരേണ്ടത്? ദ ബോയ്സ് ആർ ജമ്പിങ് ഓവർ ദ ഫെൻസ്. ഫെൻസ് മീൻസ് ചെറിയ മതിൽ, വേലി എന്നൊക്കെ നമ്മൾ പറയും. The boys are jumping over the fence. Next question, third question. The dog is sleeping dash the sofa. The dog is sleeping dash the sofa. നിങ്ങൾ ശ്രദ്ധിക്കൂ, എവിടെയാണ് പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നത്? സോഫയുടെ അടിയിലാണ്. അപ്പൊ ഏത് പ്രിപ്പോസിഷൻ, വിച്ച് പ്രിപ്പോസിഷൻ വി വാണ്ട് ടു യൂസ് ദേർ? നമ്മൾ അവിടെ എഴുതേണ്ടത് അണ്ടർ. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ സോഫ. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ സോഫ. പട്ടിക്കുട്ടി സോഫയുടെ അടിയിലാണ് കിടക്കുന്നത്. അടിയിൽ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചത് അണ്ടർ ആണ്. അണ്ടർ. Then the next question. Next question. The cakes are dash the basket. The cakes are dash the basket. Cakes. ആ കേക്ക്സ് എല്ലാം എവിടെയാണ് വച്ചിരിക്കുന്നത്? ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എന്നുള്ള വാക്കിന് നമ്മൾ പഠിച്ച പ്രിപ്പോസിഷൻ ഏതാണ്? യെസ്, വെരി ഗുഡ്. ഇൻ. വി സ്റ്റഡീഡ് ഇൻ. ദ കേക്ക്സ് ആർ ഇൻ ദ ബാസ്ക്കറ്റ്. Then the next question. 3 apples are lying dash the basket. 3 apples are lying dash the basket. 3 ആപ്പിളുകൾ ബാസ്ക്കറ്റിൻ്റെ എവിടെയാണ് കിടക്കുന്നത്? ലൈ മീൻസ് കിടക്കുക. എവിടെയാണ് കിടക്കുന്നത്? യു സേ ദ ആൻസർ. യു പ്ലീസ് സേ ദ ആൻസർ. യെസ്, വെരി ഗുഡ്. ഔട്ട്സൈഡ് ദ
ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിന് വെളിയിലല്ലേ, പുറത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? 3 apples are lying outside the basket. 3 ആപ്പിളുകളും ബാസ്ക്കറ്റിന് വെളിയിലാണ് കിടക്കുന്നത്. Okay, then the next and the final question. The last and the final question. The boy is climbing dash the ladder. The boy is climbing dash the ladder. Ladder means ഏണി എന്ന് പറയും. ഏണി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏണി കണ്ടിട്ടില്ലേ? The boy അവൻ എന്തു ചെയ്യുന്നു? The boy is climbing dash the ladder. അവൻ ഏണി കയറി മുകളിലേക്ക് കയറി പോവുകയാണ് അല്ലേ? ആൺകുട്ടി ഏണിയിൽ കൂടി മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും? The boy is climbing up the ladder. മുകളിലേക്ക് എന്നുള്ള ആ ഡയറക്ഷനെ കാണിക്കുന്ന, ദിശയെ കാണിക്കുന്ന പ്രിപ്പോസിഷൻ നമ്മൾ പഠിച്ചത് up എന്നാണ്. So the answer is the boy is climbing up the ladder. So children, we have finished our activity sheet 1. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ഷീറ്റ് 1 നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൈറ്റ് ദീസ് നെയിംസ്. നമുക്ക് പല പേരുകൾ എഴുതണ്ടായിരുന്നു. ആദ്യം എന്തൊക്കെ പേരുകൾ നമുക്ക് എഴുതണമായിരുന്നു? നിങ്ങളുടെ പേര് എഴുതണം, നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതണം, അമ്മയുടെ പേര് എഴുതണം, സ്കൂളിൻ്റെ പേര് എഴുതണം, തന്നെ പിന്നീട് ടീച്ചറിൻ്റെ പേര്. അങ്ങനെ നിങ്ങൾ ഓരോ പേരുകൾ എഴുതാനായിട്ടായിരുന്നു ആദ്യത്തെ ആക്ടിവിറ്റി, എക്സസൈസ് 8. നെക്സ്റ്റ് വി സ്റ്റഡീഡ് ദ പൊസിഷൻ വേർഡ്സ്. പൊസിഷൻ വേർഡ്സ് ഓർ പ്രിപ്പോസിഷൻ. ഓരോ വസ്തുവിൻ്റെയും ഓരോ ആളിൻ്റെയും ഒക്കെ പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്ന വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ എക്സസൈസിൽ ചെയ്യുന്നതിന് മുൻപ് there are 6 pictures given there. അവിടെ 6 പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സ് നോക്കിയിട്ട് ഓരോ വാക്കുകൾ നമ്മൾ ഏതൊക്കെ വാക്കുകൾ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല ടീച്ചർ ആ ഓരോ വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ ആദ്യത്തെ വാക്ക് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? അപ്പ്. അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മുകളിലേക്ക്, ഒരു ഡയറക്ഷൻ, ഒരു ദിശയെ കാണിക്കുന്നു, മുകളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ, മുകളിലേക്ക് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വേർഡ് ഈസ് ഇൻ. ഇൻ മീൻസ് ഉള്ളിൽ, അകത്ത് എന്നുള്ള വാക്കാണ് നമ്മൾ, എന്നുള്ള അർത്ഥമാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഈസ് ഓൺ. ഓൺ മീൻസ്, ഓൺ പല വിധത്തിൽ, പല രീതിയിൽ, പല സിറ്റുവേഷനിൽ നാം ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് ഓൺ, മുകളിൽ ടച്ച് ചെയ്തിരിക്കുന്നത്, അതാണ് ഓൺ. മുകളിൽ, പുറത്ത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക്, ടേബിളിന് പുറത്ത്, ഐ കെപ്റ്റ് മൈ ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുക്സ് ടേബിളിന് പുറത്ത്, ടേബിളിന് മുകളിൽ വെച്ചു. ആ ഒരു അർത്ഥമാണ് നമുക്ക് ഇവിടെ ഓണിന് പഠിക്കാനുള്ളത്. മനസ്സിലായോ? നെക്സ്റ്റ് ഈസ് അണ്ടർ. അണ്ടർ മീൻസ് അടിയിൽ. അണ്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം അടിയിൽ. നെക്സ്റ്റ് ഈസ് ഓവർ. മുകളിലൂടെ സഞ്ചരിക്കുന്നത്, മുകളിലൂടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ, എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഓവർ എന്ന വാക്കിന് പഠിച്ചത്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദ സീ. അല്ലെ ഓവർ ദ റിവർ നമുക്ക് പറയാം. പക്ഷികൾ നദിക്ക് മുകളിലൂടെ പറന്നു എന്ന് നമുക്ക് പറയാം, അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് മീൻസ് വെളിയിൽ, പുറത്ത്. we studied that exercise. We studied one sentence. 3 apples are lying outside the basket. 3 ആപ്പിളുകൾ ബാസ്ക്കറ്റിൻ്റെ വെളിയിൽ, പുറത്താണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇത്. നമ്മൾ in this activity sheet we studied 6 prepositions and the use of 6 prepositions. Okay children, don't forget to write and study. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഓരോ എക്സസൈസ് നിങ്ങൾ എഴുതി പഠിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ we will meet you in the next class with another lesson. Okay children, bye bye.